നമുക്ക് നമ്മളെ മാത്രം പേടിയുള്ളൂ. മത്തിക്കുട്ടന്മാരെ ഞങ്ങൾ ഒന്ന് ചിരിച്ചടാ. 5 വെടികളിലാകെ ഞങ്ങൾ കണ്ടത് 2 എണ്ണം. മൂന്നാമത്തിന് വല്ലരും കീച്ചൻ ഉറക്കമായിരുന്നു. ഓരോന്നൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. വാ വാ വാ, പിടിക്കണ്ടിന് പോകണമെന്ന് തലേദിവസം പ്ലാൻ ചെയ്തവന്മാരെല്ലാം കീച്ചൻ ആകെ പോയത് വിനയേണ്ണ, വിജയണ്ണ, ബാലു, വൈശാഖ്. ബാക്കി എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പാടത്തൊന്നുകൂടെ പോകണം. ഒരു വെടിക്കെട്ടൂടുണ്ട്, പറ്റുമെങ്കിൽ അത് കാണും, ഇല്ലെങ്കിൽ ഉറങ്ങും, അത്ര തന്നെ. അവസാനത്തെ കാണാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അത് പൊട്ടി അവിടെ കണ്ടോ. അങ്ങനെ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ. അതിൻ്റെ വെടിയും സൗണ്ടും പുകയാണ് അവിടെ കേടുന്നത്, കാണുന്നതും കേൾക്കുന്നു. എടാ വാടാ വാടാ, എന്താടാ നെഗറ്റീവ് അടിക്കല്ലോ. വാ, നിറച്ച് പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം 2 കന്നാസും കടലാസും. നിക്കടാ, പുറയിൽ കാണിക്കടാ. പുറയിലുള്ളത് കന്നാസും അപ്പുറത്തുള്ള കടലാസും. ഡ്രസ് തിരിച്ചു പോവാന്ന്. അല്ലയോ, കുഴപ്പമൊന്നുമില്ല, പൊളിയല്ലേ വേണ്ട. കന്നാസ് കടലാസ് നോക്കടാ. എന്തായാലും അടിപൊളിയാണ്. പുറകിൽ ഒളിച്ചിരിക്കുന്നതാണ് കന്നാസും കടലാസും. ഇവൻ കന്നാസ്, ഇവന്റെ പുറകിൽ ഇരിക്കുന്നതാണ് കടലാസ്. കണ്ടാ തലവരി നോക്കുന്നുണ്ട് നാടുമാര്. കുറച്ച് മുന്നേ വീഡിയോക്ക് വേണ്ടി ചോദിച്ചോണ്ടേ നമുക്ക് പറ്റത്തില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്താടാ ഗൈസ്, ഇവന്മാരുടെ മുഖം കാണിച്ചതിൻ്റെ പേരിൽ എന്താണ് ഞാൻ പുതിയൊരു ചാനൽ ഉണ്ടാക്കി ഈ വീഡിയോ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. എങ്ങനെയാണെങ്കിലും ഇവന്മാരെ ഞാൻ ഇത് കാണിക്കും, അല്ലടാ. ആ മുഖം കണ്ടോ, അവിടെ മുഖം കണ്ടോ. രാവിലത്തെ പരിപാടിയൊക്കെ അമ്പലത്തിൽ കണ്ടതിന് ശേഷം നേരെ കുറച്ച് ഷോപ്പിങ്ങിനുണ്ട്. അതായത് നമ്മുടെ ഗോപിക്ക് കുറച്ച് അലുവൊക്കെ മേടിക്കണം. അതുകൂടെ നമ്മുടെ ബാലു ഇവിടെ എന്തോ തകർത്തിയായിട്ടുള്ള ഷോപ്പിങ്ങിലാണ്, എവിടെയാണെന്ന് അറിയത്തില്ല. സോ ചേലക്കരയിൽ നിന്നും അവശനായ ഒരു വ്ളോഗറിനെ കണ്ടെത്തി. മാന്ത്രികൻ എന്നാണ് പേര്. അത് മതി. രാവിലെ ദോശ കമത്തിയിട്ടേക്കുകയാണ്. തിരിച്ചിടാൻ മത്തിക്കുട്ടന്മാരെ ഞങ്ങൾ കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്നത്. അതീവ ക്ഷീണം കാരണം റെസ്റ്റ് എടുക്കുന്ന പയ്യനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെങ്കിലും ഉറങ്ങാൻ സാധിക്കും. അളേടാ, ഒന്ന് ചിരിച്ചടാ. സന്തോഷല്ലേ? ഉറങ്ങിയപ്പോ നിന്റെ സൗണ്ട് ഞാനത് കേട്ടത്. കുഴപ്പമില്ല, പക്ഷെ കഥാനായകരുടെ കാലം വെച്ച് കവച്ചിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ ഇത് കാണും കേട്ടോ. ഇതന്നെ ഇടും. അതെ, ആരെ പിടിക്കാനെ. അപ്പുറത്ത് വലിയമാരുണ്ട് കാലുകൾ കണ്ടു പോയി. ബാക്കി നമുക്ക് നമ്മളെ മാത്രം പേടിയുള്ളൂ. ഏതാ റേഞ്ച്? ഒന്നുകൂടെ മനസ്സിലാവും. അത് മാത്രം കട്ട് ചെയ്യണം. കീ കൊടുക്കാതിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഗോപിയാ. നല്ല ഇടക്കിട്ട് ഞാൻ സെറ്റ് തരാം, ടെൻഷൻ അടിക്കല്ലേ. അതെ, കരയല്ലേ? പരശുറാം എക്സ്പ്രസ് അങ്ങോട്ട് ഞാൻ പരശുറാം എക്സ്പ്രസിന്റെ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുണ്ട്. എടാ നീ പറയടാ, നിനക്ക് പ്രശ്നം, കോവിഡ് പ്രശ്നം പറയടാ. കോവിഡ് പ്രശ്നം പറയടാ. നീ കരയല്ലേ? കോവിഡ് പ്രശ്നം പറയേ. സോഷ്യൽ മീഡിയയിൽ നീ വൈറലാവും. നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ എങ്കിൽ നീ കൈമാറ്റ്. കുറവുണ്ടോ? കൈമാറ്റ്. അങ്ങോട്ട് പോന്നു. കുറവുണ്ടോ? പിന്നപ്പുറം കാണിക്കാലോ പറഞ്ഞേ.
ചേട്ടനും അനിയനും തമ്മിലുള്ള അഗാധമായ പഞ്ചമെടുത്തത്തിൽ ഇതറിയാതെ രണ്ടുപേരോട് അഗാധമായ ശ്രമത്തിലായിരുന്നു. കഷ്ടമുണ്ട്. രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് പാവം പിടിച്ചാൽ ഇപ്പോഴാണ് ഇറങ്ങി വന്നത്. അപ്പോൾ എന്താ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും റെഡി. അങ്ങനെ 2 ദിവസത്തെ അടിപൊളി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ സമയത്ത് ഓടിക്കളഞ്ഞു. അല്ലടാ ശേ അവൻ പാവം. ആ ഇതുണ്ട്. അങ്ങനെ ഞങ്ങള് വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. അടിപൊളി 2 ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും സെൽഫി ഒക്കെ എടുക്കണം. എന്നിട്ട് വൈൻഡപ്പ് 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ്, അതായത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങുവാണ്. എല്ലാവരും ഹാപ്പിയാണ്. അടിപൊളി ദിവസമായിരുന്നു. ഒരു രക്ഷയില്ല. നല്ല ഫാമിലി സപ്പോർട്ട്. അച്ഛനും അമ്മയും പെങ്ങളും എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഹാപ്പിയാണ്. സോ ഇതാണ് ഞങ്ങൾ ബാലൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അച്ഛാ പോയിട്ടിരാം. ഓക്കെ അതെ പിന്നല്ല അമ്മ പോയിട്ട് തീർച്ചയായിട്ടും വരും. അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബാഗേഴ്സ്. അടുത്തൊരു വീഡിയോ പറഞ്ഞെങ്കിൽ ഡടാ നിൽക്കുന്ന നമ്മുടെ പൂച്ചാണ്ടിയുടെ രാജീവൻ്റെ പറഞ്ഞു, രാഹുൽ രാജീവൻ്റെ. അപ്പോൾ അവിടെ കാണാം. മറവാൻ്റെ കറുത്ത കൈകൾ ആ സനലായിരിക്കും അത് അല്ലടാ. ആണാണ് ആ റിയൽമി സനൽ. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. എല്ലാവരോടും നന്ദിയുണ്ടേ. അപ്പോൾ ഇത് ആരാന്ന് പിന്നെ കാണാം കേട്ടോ.